ബഹുമാനപ്പെട്ട തൊഴിൽ മൃഗസംരക്ഷണ വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ് മന്ത്രി. സർ, തൊഴിലാളി ക്ഷേമവും തൊഴിലാളികളുടെ സുരക്ഷയും തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തലും അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന തൊഴിൽ വകുപ്പ് ചെയ്തു വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാജ്യത്ത് 29 തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ 4 കോഡുകളാക്കി മാറ്റിയും അത് ഫൈനൽ റൂൾസ് വിജ്ഞാപനം ചെയ്യുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. സംസ്ഥാന സർക്കാർ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഡ്രാഫ്റ്റ് റൂൾസ് ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്നു, മുൻ സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ ഫൈനൽ റൂൾസ് പ്രസിദ്ധീകരിക്കേണ്ട സമയമാണ്. എങ്കിൽ പോലും എല്ലാവരുമായി ആലോചിച്ച് തീർച്ചയായും ആ കാര്യത്തിൽ മുന്നോട്ട് പോകും. ഇങ്ങനെയുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോഴും നമ്മുടെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് സാധ്യമായ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നതാണ്. ഓട്ടോ ഡ്രൈവർമാർ, ഗിഗ് തൊഴിലാളികളും അടക്കമുള്ള തൊഴിലാളികൾക്ക് ഇരിപ്പിടങ്ങൾ, ടോയ്ലറ്റ് സൗകര്യം, വെള്ളം, ചാർജിംഗ് പോയിന്റുകൾ എന്നീ സൗകര്യങ്ങളോടുകൂടി വിശ്രമ ചാർജിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ജോലിക്കായി എത്തുന്ന എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികൾക്കും അർഹമായ തൊഴിൽ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ നൽകുന്നതിന് വേണ്ടി യൂണിഫൈഡ് രജിസ്ട്രേഷൻ പോർട്ടൽ നമുക്കെല്ലാവർക്കും അറിയാം. പലപ്പോഴും ഇപ്പോൾ കൊല്ലത്തൊക്കെ തന്നെ ബംഗ്ലാദേശികളൊക്കെ പിടിക്കുന്ന അടക്കമുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിൽ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പ്, പോലീസ്, ആരോഗ്യവകുപ്പ് അങ്ങനെയുള്ള വിവിധ വകുപ്പുകൾ, സ്കൂൾ, എല്ലാ വകുപ്പുകളിലും ഡേറ്റ കളക്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സംസ്ഥാന IT മിഷനെ ഏൽപ്പിച്ച് തന്നെ പോർട്ടലുകൾ, യൂണിഫൈഡ് പോർട്ടലുകൾ ആരംഭിക്കുന്നതാണ്. ഗാർഹിക തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു വിഭാഗമാണ്. ഒട്ടും അഭിസംബോധന ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഭാഗമാണ്. അവരുടെ ജോലി സമയം ക്രമീകരിക്കുന്നതിനും അവർക്ക് നേരെയുള്ള ചൂഷണം തടയുന്നതിനും ആവശ്യമുള്ള റെഗുലേറ്ററി സ്കീം എന്തെങ്കിലും നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് സർക്കാർ അത് പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാചക, കാറ്ററിംഗ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കൂടി ക്ഷേമ കാര്യങ്ങൾ ഉറപ്പുവരുത്തുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണ്. അതോടൊപ്പം ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കുവാൻ തൊഴിൽ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. സർ, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് സ്ത്രീകളും കുട്ടികളും. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ കുറേ കാലമായി വർദ്ധിച്ചു വരുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും അവസാനം ആറ്റുകാലിൽ ആത്മഹത്യ ചെയ്ത യുവതി അടക്കമുള്ള ഓരോ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഗാർഹിക പീഡനങ്ങളിലേക്കാണ്. ക്രൂരമായ ഗാർഹിക പീഡനങ്ങൾ ഭർതൃഗൃഹത്തിലടക്കം ഏൽക്കേണ്ടി വരുമ്പോഴും അതിനെതിരെ ഒരക്ഷരം മിണ്ടാതെ, അല്ലെങ്കിൽ അതങ്ങ് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന അടക്കമുള്ള അത്തരത്തിലുള്ളൊരു മനോഭാവം, സമീപനം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ട്. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ പോലും ജീവൻ ഒടുക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുവാൻ സംസ്ഥാന വനിതാ വകുപ്പ്, വികസന വകുപ്പ് ശ്രദ്ധിക്കുന്നതാണ്. അത്തരത്തിൽ ബോധവൽക്കരണ പരിപാടികളും കർശനമായ നിയമം നടപ്പാക്കൽ, പോലീസുമായി ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരുപാട് സ്ത്രീകൾ, കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നമ്മുടെ മനസ്സിനെ തെല്ലൊന്നുമല്ല നൊമ്പരപ്പെടുത്തുന്നത്. ഒരു കുഞ്ഞു പോലും ആക്രമിക്കപ്പെടാതിരിക്കാൻ അരുമയായി വളരേണ്ട കുഞ്ഞുങ്ങളെ, നെടുമങ്ങാട്ടെ ഒരു 1.5 വയസ്സുകാരൻ്റെ ശരീരത്തിൽ 90 മുറിവുകൾ ഉണ്ടായിരുന്നു സാർ. അങ്ങനെ എത്രയോ കുഞ്ഞുങ്ങൾ അച്ഛൻ ക്രൂരമായി പൊള്ളലേൽപ്പിച്ച എറണാകുളത്തെ കുഞ്ഞിനെ കാണുന്നു. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം കേസുകളിൽ സർക്കാർ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ 0 ടോളറൻസ് എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ നിലപാട്. അത്തരമുള്ള നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. അതോടൊപ്പം അംഗൻവാടികളുടെ കുട്ടികൾക്ക് ത്രൈമാസ മെഡിക്കൽ ചെക്കപ്പിനായി നടപടികൾ സ്വീകരിക്കും. വ്യവസായ പാർക്കുകളിലും പ്രധാന പട്ടണങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ 6 മാസം കഴിയുന്ന കുഞ്ഞുങ്ങളെ നോക്കുവാൻ ആവശ്യമായ കൃഷി സംവിധാനങ്ങളടക്കം ചെയ്യുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് മെൻസ്ട്രൽ കപ്പ്, ആർത്തവ അവധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് അത്തരം കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാനിറ്ററി പാഡുകൾ ലഭ്യമാക്കുവാനും അതോടൊപ്പം പരിസ്ഥിതി സൗഹൃദ സാനിറ്ററി വെൻഡിങ് മെഷീനുകൾ സ്ഥാപിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റേറ്റ് നിർഭയ സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കും. സർ, കേരളത്തിലെ ക്ഷീരമേഖലയുടെ വളർച്ചയ്ക്കും ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനുമായി ക്ഷീരവികസന വകുപ്പ് നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ആഭ്യന്തര ഉൽപ്പാദനം 70 ലക്ഷം ടണ്ണാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതുപോലെ അടുത്ത 3 വർഷത്തിനുള്ളിൽ 1 കോടി ലിറ്റർ പാൽ ഉൽപ്പാദനം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ കാലിത്തീറ്റ, വൈക്കോൽ സബ്സിഡികൾ വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യുവാക്കളെ ഈ രംഗത്തേക്ക് ആകർഷിക്കുന്ന ലക്ഷ്യമിട്ടുകൊണ്ട് പശു വാങ്ങാൻ പലിശരഹിത വായ്പ ലഭ്യമാക്കും. ക്ഷീര സംഘത്തിലെ പാൽ പരിശോധനാ സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കി അതുവഴി ക്ഷീര കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാനുള്ള പദ്ധതികളും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പ് നമുക്കറിയാം വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും ആരോഗ്യ പരിപാലനം, ചികിത്സ, പ്രജനനം തുടങ്ങിയ കാര്യങ്ങളിൽ
വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന രോഗങ്ങൾ തടയുവാനുള്ള ഉത്തരവാദിത്വം വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടത്തി വരികയാണ്. അതോടൊപ്പം കർഷകർക്ക് സാമ്പത്തിക സഹായവും സാങ്കേതിക പരിശീലനവും അടക്കം നൽകുന്നുണ്ട്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ എല്ലാ കന്നുകാലികളെയും ന്യായമായി വിലയ്ക്ക് ഇൻഷുർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. കന്നുകുട്ടി പരിപാലന പദ്ധതി സാർവത്രികവും ശാസ്ത്രീയവും നടപ്പിലാക്കും. തെരുവ് നായ്ക്കളുടെ ശല്യം ഒഴിവാക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കും. അങ്ങനെ സമഗ്രമായ പദ്ധതികളുമായി സംസ്ഥാനത്തെ തൊഴിൽ, വനിതാ, ശിശുക്ഷേമ, മൃഗസംരക്ഷണ, ക്ഷീര വികസന വകുപ്പുകൾ മുന്നോട്ട് പോവുകയാണ്. ധനാഭ്യർത്ഥന അംഗീകരിക്കണം നൽകുന്നത്.